നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ബെഡിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈ ഓട്ടോമാറ്റിക്കായി മൊബൈൽ ഫോണിലേക്ക് പോകാനും റീൽസോ ഷോർട്സോ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രേവിങ്ങോ അല്ലെങ്കിൽ ട്രിഗറിങ്ങോ ഒക്കെ വരുന്നത് നമ്മുടെ മനസ്സും ശരീരവും വളരെ ഡീപ്പായി കണക്റ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വളരെ കൃത്യമായി നമ്മുടെ മനസ്സ് കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ബെഡിൽ ഇതുപോലെ കിടക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ റിലാക്സ്ഡായി ഈ ഒരു പൊസിഷനിലൊക്കെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് ഈ ഒരു പ്രവൃത്തിയെ നോട്ട് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന റിസൾട്ടുകൾ, അതായത് ഇപ്പോൾ നമ്മൾ റീൽസൊക്കെ കാണുന്നത് നമുക്ക് സന്തോഷമല്ല കിട്ടാറ്, അല്ലെങ്കിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉൽപ്പാദിപ്പിക്കാറില്ല. ആ ഡോപ്പമിൻ ഹിറ്റിനൊക്കെ കൃത്യമായി നോട്ട് ചെയ്യും. അപ്പം ഇത് ഒരു വയറിംഗ് പോലെ പ്രവർത്തിക്കും. ഈ ഒരു വയറിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ഹാബിച്വൽ ലൂപ്പ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു പോസ്റ്ററിലോ അല്ലെങ്കിൽ ഇതുമായി സിമിലാരിറ്റി ഉള്ള ഒരു പോസ്റ്ററിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പോലും നമുക്ക് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി തോന്നും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം നേടാൻ വേണ്ടിയിട്ട് ആസ് എ യോഗ ആൻഡ് നാച്ചുറോപ്പതി ഫിസിഷ്യൻ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച സൊല്യൂഷനാണ് യോഗ ആസനകൾ എന്ന് പറയുന്നത്. യോഗ ആസനകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പോസ്റ്ററുകളാണ്. നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള പോസ്റ്ററുകളിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു വസ്തുവിലേക്കോ അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ബ്രീത്തിങ്ങിലേക്കോ ഒക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. കുറച്ച് നിശ്ചിത സമയത്തേക്ക്, അതായത് 10-20 സെക്കൻഡുകളിലേക്കായിരിക്കും നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്ററുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ റീവയർ ചെയ്യുകയാണ്. ഈ ഒരു ഹാബിച്വൽ ലൂപ്പിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ അതുമുഖേന നമുക്ക് സാധിക്കുന്നതുമാണ്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള 3 യോഗാസനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് താടാസനം. ഇപ്പം നിന്നുകൊണ്ടിട്ടുള്ള ഒരു പോസ്റ്ററിലാണെന്ന് ചെയ്യാം. നമുക്ക് എപ്പോഴൊക്കെ ഈ ഒരു ക്രേവിങ്ങോ ട്രിഗറിങ്ങോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പോസ്റ്റർ മാറ്റിയിട്ട് നിവർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കൈകൾ ഇതുപോലെ മുകളിലേക്ക് ഉയർത്തുകയും കാലിൻ്റെ ഹീൽസ് തറയിൽ നിന്ന് ഉയർത്തി മുന്നിൽ ഒരു പോയിന്റ് ഒരു 10 സെക്കൻഡുകൾ നോക്കി നിൽക്കുന്ന ഒരു ആസനയാണ് ഈ താടാസന എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, നിങ്ങൾക്ക് ബെഡിൽ നിന്ന് തന്നെ ഒരു ആസനം ചെയ്യണമെന്നാണെങ്കിൽ അല്ലെങ്കിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ആസനം ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സേതുബന്ധാസനം ചെയ്യുക. ഇതുപോലെ കിടന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാല് ഒരൽപ്പം അകത്തി വെച്ചിട്ട് മുട്ടുമടക്കി കാല് തറയിൽ ഇതുപോലെ വെച്ച് ഹിപ്പ് മുകളിലേക്ക് ഉയർത്തുക. കഴിയുന്നതും ചിഹ്നം നിങ്ങളുടെ ചെസ്റ്റിനോട് ചേർത്ത് വെക്കാൻ വേണ്ടി നോക്കുക. 10 സെക്കൻഡ് നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആസനയാണ് ഈ സേതുബന്ധാസന എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോക്കസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ആസനയാണ് വൃക്ഷാസന എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലിൽ നിന്നുകൊണ്ട് ബാലൻസ് ചെയ്യുന്ന ഒരു ആസനമാണ് വൃക്ഷാസന. നമ്മുടെ ഒരു കാല് മടക്കി ഇത് കാലം മടക്കണമെങ്കിൽ വലതു തുടൻ്റെ ഉള്ളിലേക്ക് വെക്കുക. 2 കൈകളും മുകളിലേക്ക് ഉയർത്തി നമസ്കാര മുദ്രയിൽ പിടിച്ച് മുന്നിൽ ഒരു പോയിന്റിൽ ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു ആസനയാണ് ഈ വൃക്ഷാസന എന്ന് പറയുന്നത്.